ക്വസ്റ്റ്യൻ ഇതാണ്. In all the pictures given below, O is the center of the circle and A, B, C are points on it. Calculate all angles of triangle ABC and triangle OBC in each. ചുവടെയുള്ള ചിത്രങ്ങളിലെല്ലാം O വൃത്ത കേന്ദ്രവും ABC വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ഓരോന്നിലും ABC, OBC എന്നീ ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കണക്കാക്കുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഫിഗറാണിത്. അപ്പോൾ ഒരു ഫിഗർ ഇന്ന് ചെയ്യുന്നുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ ചിത്രം എന്ന് പറയുന്നത് ഒരു വൃത്തത്തിൻ്റെതാണ്, ഒരു സർക്കിളിൻ്റെയാണ്. ആ സർക്കിളിൻ്റെ കേന്ദ്രം, അതായത് സെൻറ്റർ എന്ന് പറയുന്നത് O ആണ്. സർക്കിള് അതിൻ്റെ സെൻറ്റർ O. ഇനി പറഞ്ഞിരിക്കുന്നത് ട്രയാങ്കിൾ ABC-യുടെയും ട്രയാങ്കിൾ OBC-യുടെയും കോണുകളെല്ലാം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സർക്കിള് അതിൻ്റെ സെൻറ്റർ, അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് O. അതുകൂടാണ്ട് 2 ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്, 2 ത്രികോണം നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ? ട്രയാങ്കിൾ ABC-യും ട്രയാങ്കിൾ OBC-യും. ഇതിലെ കോണുകളുടെ എല്ലാം അളവുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ OA എന്നത് കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. OA എന്നീ 2 പോയിൻറ്റ്സ് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. നോക്കാം. അപ്പോൾ OA കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു. ഇനി O സെൻറ്ററാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സർക്കിളിൻ്റെ കേന്ദ്രമാണ് O എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Oയിൽ നിന്ന് ഈ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഏതൊരു പോയിൻറ്റും, Oയിൽ നിന്ന് ഈ സർക്കിളിലേക്ക് നമ്മൾ എവിടെയെങ്കിലും വരയ്ക്കുകയാണെങ്കിൽ അതൊക്കെ അതിൻ്റെ റേഡിയസ്, ആരമായിരിക്കും. അപ്പോൾ Oയിൽ നിന്ന് Aയിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു. അപ്പോൾ ഇതെന്തായിരിക്കും? ഈ സർക്കിളിൻ്റെ ആരം, റേഡിയസ് ആയിരിക്കും. OA എന്നത് ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. കാരണം A എന്ന് പറയുന്നത് സർക്കിളിലെ ഒരു പോയിൻറ്റും O എന്ന് പറയുന്നത് കേന്ദ്ര ബിന്ദുവുമാണ്. അപ്പോൾ OA എന്നത് റേഡിയസ് ആണ്, ആരമാണ് ഈ സർക്കിളിൻ്റെ. അങ്ങനെയെങ്കിൽ OA റേഡിയസ് ആണെങ്കിൽ OBയും ഒരു റേഡിയസ് ആവില്ലേ? OA റേഡിയസ് ആണെന്ന് പറഞ്ഞു, അപ്പോൾ OBയും റേഡിയസ് ആയിരിക്കും. അപ്പോൾ OA ആൻഡ് OB ആർ റേഡിയസ് ഓൺ ദ സർക്കിൾ. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ABO കൺസിഡർ ചെയ്തു. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ ABO. ഈ ABOയിൽ OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും റേഡിയസ് ആണ്, ആരങ്ങളാണ്. OAയും OB എന്ന് പറയുന്നതും റേഡിയസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്തതെന്ന് പറഞ്ഞു. അതിൽ OAയും OBയും ഈക്വലാണ്. OA ഈക്വൽ ടു OB, കാരണം റേഡിയസ് ഓഫ് ദ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. OAയും OB എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ABO ആണ്. അതിലെ 2 സൈഡുകൾ തുല്യമാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതിലെ ത്രികോണങ്ങളുടെ എല്ലാം കോണുകൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഒരു റേഡിയസ്, സെയിം റേഡിയസിലുള്ള കോണുകളുടെ തുക എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതായത് ഈ 20 ഡിഗ്രി തന്നെയായിരിക്കും ഇവിടെയുള്ളതിൻ്റെയും അളവ്. ഈ 20 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിളിൻ്റെയും അളവ്. കാരണം ആംഗിൾസ് ഓഫ് ദ സെയിം റേഡിയസ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ ഇത് 20 ഡിഗ്രി ആണെങ്കിൽ ഇതും 20 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതൊരു ട്രയാങ്കിളാന്ന് പറഞ്ഞു. ABO എന്നതൊരു ട്രയാങ്കിളാന്ന് പറഞ്ഞു. അതിൽ 2 എണ്ണത്തിൻ്റെ അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 20. അപ്പോൾ 40 ടോട്ടൽ. ഒരു ത്രികോണത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഒരു ത്രികോണത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ 20 ഡിഗ്രിയാന്ന് പറഞ്ഞു, ഈ ആംഗിൾ 20 ഡിഗ്രിയാന്ന് പറഞ്ഞു. അപ്പോൾ 40 ഡിഗ്രി. അപ്പോൾ ബാക്കി എത്രയുണ്ടാവും?
ബാക്കി 180 മൈനസ് 40, 180 മൈനസ് 40 എത്ര? ഇത് 140 ഡിഗ്രി ആയിരിക്കും, 140 ഡിഗ്രി ആയിരിക്കും. ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ്, 180 ആണ്. അതിൽ നമുക്ക് ഒരു ആംഗിൾ 20 അവർ തന്നിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 20 കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ 40 അവിടെ നിന്ന് പോയി. അപ്പോൾ 180 മൈനസ് 40 എന്ന് പറയുന്നത് 140. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 140 ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത ത്രികോണം കൺസിഡർ ചെയ്യാണ്. ഏതാ? കൺസിഡർ ട്രയാങ്കിൾ AOC അല്ലെങ്കിൽ ACO, ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ ACO. അപ്പോൾ ഞാൻ അടുത്ത് കൺസിഡർ ട്രയാങ്കിൾ ACO ആണെങ്കിൽ അതിലും രണ്ടാരങ്ങളില്ലേ? OA എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും ഈ സർക്കിളിൻ്റെ ആരങ്ങളായിരിക്കും. OA എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. അപ്പോൾ OA ഈക്വൽ ടു OC എന്താ? റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. അങ്ങനെയെങ്കിൽ ഇത് 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും 30 ഡിഗ്രി ആവില്ലേ? ഇത് 30 തന്നു, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും 30 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് AOC എന്ന ട്രയാങ്കിൾ ത്രികോണമാണ്. അതിലൊരു ആംഗിൾ 30 ഡിഗ്രി എന്ന് പറഞ്ഞു. AOയും OCയും റേഡിയസ് ആരം ആണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 30 ഡിഗ്രി തന്നെ ആയിരിക്കും. ഒരു ത്രികോണത്തിൻ്റെ മൊത്തം കോണുകളുടെ അളവ് 180 ആണ്. അപ്പോൾ 60 ഡിഗ്രി നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 180 മൈനസ് 60 എത്രയാണ്? 120. അപ്പോൾ 30 ഡിഗ്രിയും തന്നു. നമ്മൾ ബാക്കി രണ്ടാളുകൾ കണ്ടുപിടിച്ചു. ഓപ്പോസിറ്റ് ഉള്ളത് 30 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചു. ഒരു ത്രികോണത്തിൻ്റെ മൊത്തം അളവ് 180 ആണ്. അപ്പോൾ 180 മൈനസ് 60, അപ്പോൾ നമുക്ക് ഈ ആംഗിൾ 120 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്ത് കൺസിഡർ ചെയ്യാൻ പോകുന്നത് കൺസിഡർ ട്രയാങ്കിൾ BOC. ഈ BOC കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇതൊരു വൃത്തമാണ് അല്ലേ? ഇത് നമുക്ക് ഒരു വൃത്തമായിട്ട് എടുക്കാം. വൃത്തത്തിൻ്റെ ആകെ അളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. വൃത്തത്തിൻ്റെ ആകെ അളവ് 360 ഡിഗ്രിയാണ്. ഇതൊരു വൃത്തമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിളാണ്. ബാക്കി രണ്ട് ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 360 മൈനസ്, ഇപ്പോൾ നമ്മൾ ഈ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ 360 മൈനസ് 140 പ്ലസ് 120 ചെയ്യാം. അപ്പോൾ 360 മൈനസ് 260 എന്ന് കിട്ടും. അതായത് 100 ഡിഗ്രി. ഈ അളവെന്ന് പറയുന്നത് എത്രയായിരിക്കും? ആംഗിൾ BOC എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണെന്ന് കിട്ടും. കാരണം ഇതൊരു സർക്കിളാണ്, ഒരു വൃത്തമാണ്. ഒരു വൃത്തത്തിൻ്റെ ആകെ അളവെന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതിൽ രണ്ട് ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 140 120 നമുക്ക് ഓൾറെഡി അറിയാം. അതിൽ നിന്ന് 360 മൈനസ് ഇത് രണ്ടും കൂടി കിട്ടിയ തുക, ഈ രണ്ട് ആംഗിൾ കൂടി കൂട്ടി കിട്ടിയ തുക നമ്മൾ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഇത് 100 ഡിഗ്രി എന്ന് കിട്ടി. ഇത് 100 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആംഗിൾ ABCയും അതുപോലെ തന്നെ OCBയും ആണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് OBC ആണ്. നമ്മൾ കൺസിഡർ ട്രയാങ്കിൾ BOC എന്ന് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി ഈ ത്രികോണം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ OB എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും തുല്യമായിരിക്കും. OBയും OCയും തുല്യമായിരിക്കും. കാരണം അവരും റേഡിയസ് ഓഫ് ദി സർക്കിളാണ്. ഏതാ? OB ഈസ് ഈക്വൽ ടു OC. കാരണം എന്താ? റേഡിയസ് ഓഫ് ദി സർക്കിൾ, അത് സർക്കിളിൻ്റെ ആരമാണ്.
റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പോൾ അതിലത്തെ ഓപ്പോസിറ്റ് ആംഗിൾസും തുല്യമായിരിക്കും, എതിർ കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ മൊത്തം അളവെന്ന് പറയുന്നത് എത്രയാണ്? 180 ഒ ബി സി എന്ന ത്രികോണത്തിൻ്റെ മൊത്തം അളവ് 180. അതിൽ ഒരു ആംഗിൾ 100 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 180 മൈനസ് 100 എത്രയാണ്? 180 മൈനസ് 100 അതായത് 80 ആണ്. അതിൽ ആംഗിൾ ബി എന്ന് പറയുന്നതും ആംഗിൾ സി എന്ന് പറയുന്നതും ഈക്വലാണ്. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ബി എന്ന് പറയുന്നതും ആംഗിൾ ബിയും ആംഗിൾ സിയും തുല്യമാണ്. അതിലൊരു ആംഗിൾ 100 തന്നിട്ടുണ്ട്, ബാക്കി നമ്മുടെ കയ്യിലുള്ളത് 80. അപ്പോൾ 80/2 രണ്ട് കോണമല്ലേ, 80/2. ഇത് 40 ഡിഗ്രി എന്നും ആംഗിൾ സി 40 ഡിഗ്രി എന്നും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് നമ്മളെല്ലാം കണ്ടുപിടിച്ചത്, എല്ലാ കോണുകളും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസൊക്കെ എടുത്തെഴുതാൻ പോവാണ്. ആദ്യം ഞാൻ കൺസിഡർ ചെയ്യുന്നത് കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. അതിൽ ആംഗിൾ എ എന്ന് പറയുന്നത് 20 + 30 എത്രയാണ്? 50 ഡിഗ്രി ആണ്. കാരണം ഒരു സെയിം റേഡിയസ് ആണ്, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 20 നമുക്ക് കിട്ടി. അങ്ങനെ തന്നെ അതായത് ഒ എ ഒ ബി ഈക്വൽ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 20 തന്നെ ഓപ്പോസിറ്റ് 20 തന്നെ എഴുതി. ഒ എയും ഒ സിയും ഈക്വൽ ആണ്, കാരണം റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 30 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇവിടുത്തെ രണ്ട് ആംഗിൾസ് കിട്ടി. ഇനി ആംഗിൾ ബി എന്ന് പറയുന്നത് 20 + 40 60 ഡിഗ്രി ആയിരിക്കും. ഇനി ആംഗിൾ സി എന്ന് പറയുന്നത് 40 + 30 70 ഡിഗ്രി ആയിരിക്കും.